അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ ഓരോ വിഷയത്തും വ്യവസ്ഥാപിതമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൽ മനുഷ്യന്മാർക്ക് കുറേ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് പഠിക്കണായ കുറേ വിഷയമുണ്ട്. അത് കേവല ആനന്ദിച്ചിട്ട് കൊസിപ്പെട്ടിട്ട് സന്തോലിച്ചിട്ട് മനോഹരമായിട്ട് കണ്ടതുകൊണ്ടിട്ട് മാത്ര കാര്യമല്ല, ബദലായിട്ട് അതിൽ ഉൾക്കൊള്ളനായ ചില ഗുണപാഠങ്ങൾ ഉണ്ട് ചൊന്നതായിത്തിക്കരുത്. ഖുർആനിൽ പല വിഷയത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളൊട്ടിക്ക് കേൾക്കുക. നിങ്ങൾ ಅದರ വിഷയത്തിൽ ആലോചന ആക്കില്ലേ, ഇന്ന വിഷയത്തിൽ നിങ്ങൾ ചിന്തന ആക്കില്ലേ ചൊന്നതല്ലോ. ആകാശ ഭൂമിയും മലയും സൂര്യ ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളും അതേപോലെ മൃഗങ്ങളും അതേപോലെ പക്ഷിങ്ങളും അങ്ങനെ തുടങ്ങിയിട്ട് ചൊമ്മത്തെ ദൃഷ്ടാന്തത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ വ്യവസ്ഥാപിതമായിട്ട് വെച്ചിട്ടുള്ളത് മനുഷ്യന്മാർക്ക് അതിൽ നിന്ന് കുറേ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയെത്തിക്കരുത്. ഇതെല്ലാം വെറുതെ ഉണ്ടായതല്ല, ബദലായിട്ട് ഇതിരെ ഉണ്ടാക്കിയതായ സൃഷ്ടിച്ചതായ ഒരു ഖാലിക്കുള്ള ആ ഖാലിക്കിനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ മാത്രം ഇബാദത്തെടുത്തിട്ട് ചെയ്യിക്കുക വേണ്ടി എത്തിക്കരുത്. അതേപോലെ എത്തിക്കരുത് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചൊമ്മമൊത്തു നെനപ്പാക്കിയതായ ഒരു വിഷയത്തിക്കരുത് പക്ഷിങ്ങ ചൊന്നത് ത്വയ്ർ ചൊന്നത്തു ഖുർആൻ പ്രയോഗിച്ചത്. എന്തിരിക്കരുത് ഈ പക്ഷിങ്ങ ദിനനിത്യ ഞങ്ങൾ പക്ഷിങ്ങളെ കാണ്ട ആകാശത്ത് ഇങ്ങനെ നോക്കിയിട്ടായെങ്കിൽ അത് പറന്നോണ്ടുള്ളത് ഫ്ലൈയിങ് ആക്കിക്കൊണ്ടുള്ളത് ഞങ്ങൾ കണ്ടോണ്ടുള്ള എന്തൈത്തിക്കര് അതിൽ ഞങ്ങൾക്ക് പഠിക്കുള്ളതായ പാഠങ്ങൾ എന്തിരിക്കര് അത്ര യാറ ആലോചന ആക്കുക വേണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നതിൽ എന്തിരിക്കര് ഉള്ളത് ചൊന്നത്തും ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞങ്ങൾ ഡെയിലി ആയിട്ട് ഓതുന്നതായ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിലിൻ. ദാ നിങ്ങൾ ആകാശത്തിൽ പറക്കരുതായ പക്ഷിങ്ങളെ നിങ്ങൾ നോക്കില്ലേ ചൊന്നതെത്തിക്കരുത്. അതിരെ റെക്കരെ ബുടുപാട്ടിത്തും റെക്കരെ കൂട്ടുപിടിച്ചിത്തും അതിങ്ങനെ ആകാശത്തിൽ പറന്നോണ്ടുണ്ടു അത് നിങ്ങൾ അങ്ങ് നോക്കിക്കൊണ്ടില്ലേ ചൊന്നതെത്തിക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അത് ഇങ്ങനെ പറന്നോണ്ടിരിക്കുമ്പോൾ ഏതൊരു ആധാര സ്തംഭമില്ലാണ്ട് ആകാശത്തിൽ അതിരെ കൺട്രോളുള്ളത് നിയന്ത്രണത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എത്തിക്കര് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. റഹ്മാനായ റബ്ബൈത്തിക്കര് അതിരെ താങ്ങി പിടിച്ചിട്ടുള്ളത് അത് കീലുപൂലാത്ത പോലെ അത് വേണായതായ അന്തരീക്ഷത്തിൽ വേണായതായ വ്യവസ്ഥരെ പടച്ച റബ്ബൈത്തിക്കർ ഉണ്ടാക്കിയത്. എത്ര വലിയ ദൃഷ്ടാന്ത എത്തിക്കർ സഹോദരന്മാരെ, ആലോചനാക്കി നോക്കൂ. പക്ഷി ഇങ്ങനെ പറന്നോണ്ടിരിക്കുമ്പം അത് കീലുപൂലില്ലല്ലേ, അതേ സന്ദർഭത്തിൽ യാതൊരു തൊന്തരയില്ലാണ്ട് മനോഹരമായിട്ട് എങ്ങനെ അതെല്ലാം ആ പക്ഷികളെല്ലാം ഒട്ടിಗೆ ഫ്ലൈ ആക്കരുത്. എത്ര കണ്ണുക്ക് കൊസിത്തൻ്റെ വിഷയത്തിക്കര് ഏതെല്ലാം രൂപത്തിലെത്തിക്കര് അത് ഹാറാടി ഉണ്ടുള്ളത്, ഏതെല്ലാം രൂപത്തിൽ അത് പറന്നോണ്ടുണ്ടു ഇങ്ങനെ ചുറ്റലിങ്ങനെ ഒരു റൗണ്ട് അടിക്കുന്ന രൂപത്തിൽ അത് പറക്കരുത് ഞങ്ങൾ കാണ്ട്. അങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് ഓരോ സൊഫായിട്ട് ഇങ്ങനെ പറക്കരുത് ഞങ്ങൾക്ക് കാണ്ട്. വേറെ വേറെ രൂപത്തിൽ വേറെ വേറെ ശൈലിയിൽ അതിലെ വീഡിയോസെല്ലാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ രൂപത്തിൽ പറക്കരുത് കാണുമ്പോൾ എന്തൈത്തിക്കര് ഇതിരെ ബാക്കിനുള്ളതായ ഒരു നിയന്ത്രണ ചൊന്നെങ്കിൽ അതൈത്തിക്കര് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. റഹ്മാനായ റബ്ബല്ലാണ്ട് ഇതിരെ താങ്ങി പിടിച്ചോണ്ടില്ല. റബ്ബരെ നിയന്ത്രണത്തിലെത്തിക്കര് ഇത് ഉള്ളത് ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാട്ട നോക്കൂ. ഇതിരെ വിഷയത്തിൽ എപ്പായെങ്കിലും ഞങ്ങൾ ആലോചനാക്കിരമ പക്ഷിങ്ങളെ വിഷയത്തിൽ എന്തൈത്തിക്കര് ഈ പക്ഷിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുകയില്ല വിഷയ ചൊന്നത് കേവല അത് തന്നാളുക്ക് പറക്കരുതല്ല, തന്നാളുക്ക് ഉണ്ടായതല്ല, ബദലായിട്ട് അതിരെ ബാക്കിൽ ഒരു സൃഷ്ടികർത്ത ഉള്ള സൃഷ്ടാവുള്ള ഖാലിക്കുള്ള ആ ഖാലിക്കിനെ മാത്രം എത്തിക്കണു ഞങ്ങൾ ഇബാദത്തെടുക്കണായത് ചൊന്നതായ അത്യുത്തമമായ സന്ദേശം എത്തിക്കര് ഞങ്ങൾക്ക് കിട്ടുക പോണ്ടത്. നോക്കൊരു സഹോദരന്മാരെ, അത് പറക്കരുതായ അല്ലെങ്കിൽ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ പറക്കുള്ളതായ ആ ശാരീരികമായിട്ടുള്ളതായ ആ ഒരു വ്യവസ്ഥരെ ഉണ്ടാക്കി കൊടുത്തോണു റഹ്മാനായ റബ്ബൈത്തിക്കര് ചൊന്നതെത്തിക്കര്. എന്നെ നോക്കൊരു ഈ പക്ഷിങ്ങളെ വിഷയത്തിൽ പഠിക്കരുതായ ആ ഒരു വ്യക്തിമാർക്ക് ഗൊന്താവുന്നതായ ഒരു വിഷയമുണ്ട്.
அதுக்கு சொல்கிறதாய ஒரு பேருண்டு പക്ഷിങ്ങളെ விஷயத்தில் மாத்திரம் படிக்கிறதாய പുറത്തു വിടുறതായ പുതിയ പുതിയ റിസർച്ച് കണ്ടുപിടുത്ത അത് മുന്നോലെ ഇന്നെങ്കും അതിലെ വിഷയത്തിൽ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പുറത്തു വിടുறതായ ആ ഒരു റിസർച്ചെല്ലാം ಖಂಡಿತമായിട്ടും നമുക്ക് ചൊമ്മ പാഠങ്ങൾ ഉണ്ട് ചൊന്നതെത്തിക്കരുത്. അത് ലോങ്കസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് ചൊന്നത്തു അറിയപ്പെടുന്നതായ ഒരു പക്ഷിയുണ്ട്. അത്യന്ത ദൂര സഞ്ചരിക്കുന്നതായ അതേ മൈഗ്രേഷൻ ആക്കുന്നതായ ആ ബേർഡ് അത് കാണ്ടത് ദി ബാർ ടൈൽഡ് ഗോഡ് വിട്ട് ചൊല്ലുന്നതായ ഈ ഒരു പക്ഷി എത്തിക്കരുത്. ഇത് ഞങ്ങൾ അടിച്ചിട്ട് നോക്കിയെങ്കിൽ അതിലെ റിസർച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിക്കരുത്. പോണൊന്നു നാൾ കണ്ടിന്യൂ ആയിട്ട് റെസ്റ്റ് ഇല്ലാണ്ട് വർക്കില്ലാണ്ട് തിന്നുക കുടിക്കാണ്ട് ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് എത്തിക്കരുത് ഈ ബേർഡ് ഫ്ലൈ ആക്കിക്കൊണ്ടുള്ളത്. അമേരിക്കത്തെ അലാസ്ക ചൊന്ന പ്ലേസിൽ നിന്ന് ന്യൂസിലാൻഡിലെ തസ്മാനിയ ചൊല്ലുന്നതായ പ്ലേസിക്ക് പോണാൽ 1000 കിലോമീറ്റർ തോളം പോണൊന്നു നാൾ എടുത്തിട്ട് 250 ಗಂಟೆ കാട്ടി യാറ അത് നിരന്തരമായിട്ട് ഫ്ലൈയിങ് ആക്കറ് ചൊന്നതെത്തിക്കറ് ഞങ്ങൾക്ക് കാണേണ്ടത്. നോക്കൂ എന്തൊരു അവസ്ഥ എത്തിക്കറ്. എത്ര രാഷ്ട്രത്തെ എത്തിക്കൂ, എത്ര കൺട്രിയെ മുൻട്രി എത്തിക്കറ് അത് കടന്നിട്ട് പോകേണ്ടത്. ആയെങ്ക കാലാവസ്ഥ ബാധിക്കില്ല ചൊന്നത് എത്തിക്കറ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്ത് പോയെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കോൾഡ് ആവും, കഫാവും, പനി പണ്ട്. കാരണം അവിടുത്തെ കാലാവസ്ഥ ബദലാകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് സെറ്റാവുക തെളിനാളെടുക്കരുത്. ആയെങ്ക ഈ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം പോണൊന്നു നാൾ നിരന്തരമായിട്ട് അത് പറക്കുമ്പം അത് യാതൊരു തൊന്തരവും ഇല്ല ചൊന്നത് എത്തിക്കരുത്. നോക്കൂ, ഇത് ഫുഡ് തിന്നുക അല്ലെങ്കിൽ കുടിക്കുക തിന്നുക ഏതും ഇത് നിപ്പാട്ടില്ല ചൊന്നത് എത്തിക്കരുത്. അതിലെ വിഷയത്തിൽ പണ്ടേ റിസർച്ച് എന്തിനെ ചൊന്നെങ്കിൽ ഈ പക്ഷിരെ ദി ബാർ ടൈൽഡ് ഗോഡ് വിട്ട് ചൊല്ലുന്നതായ ഈ ഒരു പക്ഷിയെ തൂക്ക ചൊന്നത് 400 ഗ്രാമിൽ നിന്ന് 600 ഗ്രാമത്തോളം എത്തിക്കരുത്. ഇതിലെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ആക്കിற മുന്നോലെ ഇതെന്താക്കിರು ചൊന്നെങ്കിൽ ഇതിലെ ഭാരത്തെ ഇതിലെ വെയിറ്റിനെ ഡബിൾ ആക്കിರು ചൊന്നത് എത്തിക്കരുത്. എന്നിട്ട് ഇതിന് ആവശ്യമില്ലതായ എല്ലാ ഫുഡും എല്ലാ തണ്ണിയും സ്റ്റോർ ആക്കിയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ഇല്ലാണ്ട് ഫ്ലൈയിങ് ആക്കിರು ചൊന്നത് എത്തിക്കരുത്. എത്ര വലിയ അദ്ഭുതമായ വിഷയം എത്തിക്കരുത്. ഒരു GPS സിസ്റ്റമും ഇല്ല. എങ്ങനെ പോണു ചൊന്നത്തു ഒരു രീതിയുള്ളതായ ഒരു GPS സിസ്റ്റമാ അല്ലെങ്കിൽ അത് തെരു കാട്ടി കൊടുക്കുന്നതാ ഏതും ഇല്ല ചൊന്നത് എത്തിക്കരുത്. ആയെങ്ക അത് പറന്നിട്ട് അതിലെ ജാഗയ്ക്ക് പോയിട്ട് എത്തിര ചൊന്നത് എത്തിക്കരുത്. വർക്ക് പോലും ഇല്ല. ഈ പോണെന്ന നാൾ വർക്ക് പോലും ഇല്ല ചൊന്നത് എത്തിക്കരുത്. ഇതിലെ വിഷയത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാരെ പോലും യന്ത്രമുണ്ടോ ഈ മനുഷ്യന്മാരെ പോലെ പക്ഷിക്ക് ബ്രെയിന് ചൊന്നതുണ്ടും. ആയെങ്ക ഈ ബ്രെയിനിന് വ്യത്യാസം മനുഷ്യന്മാർ ഉറങ്ങുമ്പോൾ മനുഷ്യന്മാരെ ബ്രെയിനിന് 2 പാർട്ടും ഉറങ്ങറി ചൊന്നത് എത്തിക്കരുത്. ആയെങ്ക പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല ചൊന്നത് എത്തിക്കര് പുറത്ത് പണ്ടതായ പഠിപ്പ് ചൊന്നത്. കാരണം അതിലെ ഒരു പാർട്ട് ഉറങ്ങുമ്പോൾ ഹാഫ് ബ്രെയിന് ഓഫ് മൂടുക പോകുമ്പോൾ എന്നൊരു ഹാഫ് ബ്രെയിന് അത് ഓൺ മൂടുക എത്തിക്കര് വർക്കിംഗ് മൂടുക എത്തിക്കര് പോണ്ടത്. പാതി ബ്രെയിനിലെ തലച്ചോറിലെ പാതി ഭാഗം അത് ഉറങ്ങുമ്പോൾ എന്നൊരു തലച്ചോറിലെ പാതി ഭാഗ അത് വർക്കാക്കി ചൊന്നത് എത്തിക്കരുത്. നോക്കൂ എത്ര വ്യവസ്ഥാപിതമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനെ ഉണ്ടാക്കിയ ചൊന്നത്തു ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധിക്കരുത്. അത് എത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു നഹ്ലിൽ അള്ളാഹു കേൾക്കരുത് അലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫി ജൗവി സമാ. ആകാശത്തിൽ അള്ളാഹുരെ കൺട്രോളിൽ ഇങ്ങനെ പറന്നോട്ടുള്ളതായ പക്ഷികളെ അങ്ങനെ നോക്കിക്കൊണ്ടില്ലേ ചൊന്നത് എത്തിക്കരുത്. അതിൻ്റെ വിഷയത്തിൽ ആലോചനാക്കിക്കൊണ്ടില്ലേ ചൊന്നത് എത്തിക്കരുത്. മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത അതിനെ താങ്ങി നിപ്പാട്ടിക്കൊണ്ടില്ലേ. ദുനിയാവ് ഏതൊരു സയൻസാ ഏതൊരു വൈജ്ഞാനികമായിട്ടുള്ളതായ ഏതൊന്നും അതിനെ താങ്ങിക്കൊണ്ടില്ല. റഹ്മാനായ റബ്ബ് എത്തിക്കര് അതിനെ താങ്ങി പിടിച്ചിട്ടുള്ളത്. റബ്ബിനെ കൺട്രോൾ എത്തിക്കര് അത് നടന്നുകൊണ്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. വിശ്വസിക്കുന്നതായ വിളിവാക്കുന്നതായ ആൾമാർക്ക് അതിൽ ദൃഷ്ടാന്തം ഉണ്ട് ചൊന്നത് എത്തിക്കര്. കേവലം ഒരു പക്ഷിയുടെ വിഷയം മാത്രം എത്തിക്കര് ನಾನು ചൊന്നുത്തുള്ളത് ആൽബട്രോസ് ചൊന്നുത്തുള്ളതായ പക്ഷി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നതായ പക്ഷി. ആ പക്ഷികളെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതായ ആ ഒരു റിസർച്ച് ചൊന്നത് ആ ഒരു ലെസൺ ചൊന്നത് അത് ചൊമ്മ ഞങ്ങൾക്ക് പഠിക്കുകൊണ്ടു. ഇതെല്ലാം ഉണ്ടാക്കിയതായ പടച്ചറബ് എത്തിക്കര്. പടച്ചറബ് ഉണ്ടാക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഏതൊന്നും പൊട്ടത്തില്ല എന്ന് എത്തിക്കര്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ആറ് ചൊന്നത്ത് പരിചയമാക്കി കൊടുത്തപ്പോൾ ചൊന്നതായ പൽക്കഥയ്ത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ട് അതിലെ ആ രൂപത്തിൽ ഘടനകളെ ഉണ്ടാക്കിയിട്ട് സുമ്മ ഹദാ
ಅದರ ಪಿರ ಅದಕ್ಕೆ ಬೇಣಾಯ ತೆರು ಕಾಟಿ ಕೊಡ್ತಾ ಪಕ್ಷಿಂಗೆ ಒಂದು ಜಾಗೆಯಲ್ಲಿ ನಿಂತು ಇನ್ನೊರು ಜಾಗೆಗೆ പോകും എന്ത് ಬೇಣು ചൊന്നുത്തും ഏത് രൂപത്തിലാവണു ചൊന്നുത്തും എല്ലാം തെരു കാട്ടി കൊടുത്തോണു റഹ്മാനായ റബ്ബൈത്തിക്കര് ഇത് അള്ളാഹുരെ മനസ്സിലാക്കുക ഇതിരെ ബാക്കിൽ ഒരു ഖാലിക്കുല്ല ചൊന്നുത്തു മനസ്സിലാക്കുക ഒരു വ്യക്തിಗೆ ഒരു സാമാന്യമായിട്ടുള്ള ഒരു വ്യക്തിಗೆ ഇത് മയ്യാവ് ചൊന്നതിത്തിക്കര് കേവല പക്ഷിയുടെ വിഷയത്തിൽ മാത്ര ആലോചനാക്കിങ് മയ്യാവും ആ പക്ഷിങ്ങ എന്തിനെല്ലാം ആക്കിയുണ്ടുണ്ടു എങ്ങനെല്ലാം ഉണ്ട് ചൊന്നുത്തു മനസ്സിലാക്കുമ്പോഴത്തേക്ക് അത്യന്ത വലിയ ഒരു സമാധാനവും സന്തോഷവും മൈത്തിക്കര് ഉണ്ടാവുന്നത് കാരണം ഇതെല്ലാം ഉണ്ടാക്കിയ പടച്ചിറപ്പിക്കുമ്പോൾ നൻ്റെ കഷ്ടത്തും നൻ്റെ സുഖത്തും നൻ്റെ ദുഃഖത്തും നൻ്റെ ഇടങ്ങേറും ബുദ്ധിമുട്ടും നീക്കൂ റഹ്മാനായ റബ്ബുകളാണ്ട് ഒരാൾക്കും സാധിക്കല കാരണം ഈ പക്ഷിങ്ങളെ വിഷയത്തിൽ ഏതൊന്നുകും ഒരു വ്യക്തിക ഒരു മനുഷ്യക അള്ളാഹു ഏതെങ്കിലും ഒരു പടപ്പുക ഏതൊന്നുകും ഇടപെടലില്ല ബദലൈತೆ എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൺട്രോൾ ಐತಿಕರ್ ಅದೈತಿಕರ್ അള്ളാഹു ചൊല്ലുന്നത് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ റഹ്മാനായ റബ്ബരെ ആ റബ്ബൈത്തിക്കര് താങ്ങി പിടിച്ചോണ്ടുള്ളത് ചൊന്നത് അപ്പോൾ വിശ്വാസിമാരെ മുസ്ലിമീങ്ങളെ മനുഷ്യന്മാരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുകയുള്ളതായ പാട്ട ഇതൈത്തിക്കര് റഹ്മാനായ റബ്ബു ഇത്തരെല്ലാം സംവിധാനിച്ച് വെച്ചിരിക്കുമ്പോൾ റഹ്മാനായ റബ്ബു എല്ലാത്തും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ റബ്ബു മയ്യാവലെ ഞങ്ങളെ ഇടങ്ങേറും ഞങ്ങളെ ബുദ്ധിമുട്ടും നിസ്സാരമായ ദുന്യാവരെ ഞങ്ങളെ പ്രശ്നങ്ങളും ഞങ്ങളെ കഷ്ടങ്ങളും നീക്കി തരകൂ അള്ളാഹു മയ്യാവു ചൊല്ലതായ ആ വിശ്വാസ അത് ഉൾക്കൊള്ളണു അത് മനസ്സിലാക്കണു ഞങ്ങളെ മനസ്സിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കും ഈ ഇത്തരത്തിലുള്ളതായ ചില ഉദാഹരണങ്ങൾ മയ്യാവും അതുകൊണ്ടു ഈ ലോങ്സ്റ്റ് ഫ്ലൈയിങ് ആക്കുന്നതായി ഈ ബേർഡിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾക്കുള്ള ചില ഗുണപാഠങ്ങൾ ഉണ്ട് ചൊന്നിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ദൃഷ്ടാന്തത്തെ ഉൾക്കൊണ്ടെത്തു അതിൽ നിന്ന് കുറേ ലെസൺസിനെ മനസ്സിലാക്കിയിട്ട് പാഠങ്ങൾ പഠിച്ചിട്ട് ആ രീതിയിൽ ചെയ്യിക്കൊണ്ട് ചൊന്നിത്തു എല്ലാവരൊട്ടിക്കും നെനപ്പാക്കര റഹ്മാനായ റബ്ബ് അതുകൊല്ലേ തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.